ഹായ്, വെൽക്കം ടു അവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഒരു ന്യൂക്ലിയസിൻ്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. എ ചാർജ്ഡ് പാർട്ടിക്കിൾ സ്പിന്നിങ് എബൌട്ട് ആൻ ആക്സിസ് ആക്ട്സ് എ മാഗ്നറ്റിക് ഡൈപോൾ. The resulting nuclear magnetic moment mu vector is oriented along the axis of spin and is proportional to the spin angular momentum I vector. Thus, mu vector is equal to gamma into I vector. എന്ന് വെച്ചാൽ എന്താണ്? ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ അതിൻ്റെ ആക്സിസിൽ സ്പിൻ ചെയ്യുമ്പം അത് ഒരു മാഗ്നറ്റിക് ഡൈപോളായിട്ട് ആക്ട് ചെയ്യും. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ അതിൻ്റെ ആക്സിസിൽ ചുറ്റുമായിട്ട് സ്പിന്നിങ് ചെയ്യുമ്പം അതൊരു മാഗ്നറ്റിക് ഡൈപോളായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഉണ്ടാവുന്ന ന്യൂക്ലിയർ മാഗ്നറ്റിക് മൊമെൻറ്റ്, അതായത് ഈ ന്യൂക്ലിയസ് സ്പിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ന്യൂക്ലിയർ മാഗ്നറ്റിക് മൊമെൻറ്റ് അത് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത് അത് സ്പിൻ ചെയ്യുന്ന ആക്സിസിന് എലോങ് ആയിട്ടാണ്. അതെന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോഷണലാണ്? ഈ ന്യൂക്ലിയർ മാഗ്നറ്റിക് മൊമെൻറ്റ് മ്യൂ വെക്റ്റർ എന്തിന് പ്രൊപ്പോഷണലാണ്? ഈ സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിന് അത് ഡയറക്റ്റ്ലി പ്രൊപ്പോഷണലാണ്. ഈ ന്യൂക്ലിയർ മാഗ്നറ്റിക് മൊമെൻറ്റ് ന്യൂക്ലിയർ മാഗ്നറ്റിക് മൊമെൻറ്റ് സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോഷണലാണ്. അതെന്താണ്? സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിന് പ്രൊപ്പോഷണലാണ്. സോ നമുക്ക് ഇക്വേഷൻ എങ്ങനെ വരും? മ്യൂ വെക്റ്റർ ഈസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു ഐ വെക്റ്റർ. ഇവിടെ ഈ ഗാമ എന്ന ക്വാണ്ടിറ്റി എന്താണ്? ഗാമ ഈസ് ഈക്വൽ ടു എന്ന് എഴുതുമ്പോൾ നമുക്ക് മ്യൂ വെക്റ്റർ ഡിവൈഡഡ് ബൈ ഐ വെക്റ്റർ എന്ന് കൊടുക്കാം അല്ലേ. അപ്പോൾ ഇവിടെ അതെന്ന് പറയുന്നത് ഈ ഗാമയെ മാഗ്നറ്റോ ഗൈറിക് റേഷ്യോ അല്ലെങ്കിൽ ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ എന്നാണ് പറയുന്നത്. അത് ഓരോ ന്യൂക്ലിയസിൻ്റെയും ഒരു ക്യാരക്ടറിസ്റ്റിക്കായ ക്വാണ്ടിറ്റിയാണ്. ഗാമ ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ മ്യൂ വെക്റ്റർ ഡിവൈഡഡ് ബൈ ഐ വെക്റ്റർ ഈസ് കോൾഡ് ദി മാഗ്നറ്റോ ഗൈറിക് റേഷ്യോ ഓർ ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ. ഇതിന് നമുക്ക് മാഗ്നറ്റോ ഗൈറിക് റേഷ്യോ എന്നും പറയാം, ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ എന്നും പറയാം. ഇത് ഓരോ ന്യൂക്ലിയസിനും ഒരു ക്യാരക്ടറിസ്റ്റിക്കായ ക്വാണ്ടിറ്റിയാണ്. ദറ്റ് ഈസ് ഗിവൺ ബൈ, അപ്പോൾ നമുക്ക് ഗാമയുടെ എക്സ്പ്രഷനാണ് ഗാമ അല്ലെങ്കിൽ ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു Gn into E by 2mp, where mp is the mass of the proton and E is the elementary charge. ഇവിടെ mp എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെ മാസ്സാണ്, E എന്ന് പറയുന്നത് എലമെൻ്ററി ചാർജ്. Gn is the nuclear G factor. Gn എന്ന് പറയുന്നത് Gnനെ ന്യൂക്ലിയർ G ഫാക്ടർ എന്ന് പറയുന്നു. ഇതൊരു യൂണിറ്റ്ലെസ് കോൺസ്റ്റൻ്റ് ആണ്, ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഈച്ച് ന്യൂക്ലിയസ്. ഓരോ ന്യൂക്ലിയസിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്കായ ഒരു യൂണിറ്റ്ലെസ് കോൺസ്റ്റൻ്റ് ആണ് ഈ ന്യൂക്ലിയർ G ഫാക്ടർ എന്ന് പറയുന്ന Gn. വാല്യൂസ് ഹാവ് ടു ബി ഡിറ്റർമൈൻഡ് എക്സ്പെരിമെൻ്റലി ആൻഡ് കനോട്ട് ബി പ്രഡിക്റ്റഡ് തിയറട്ടിക്കലി. ഈ ന്യൂക്ലിയർ G ഫാക്ടറിൻ്റെ വാല്യൂസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എക്സ്പെരിമെൻ്റലി ആണ്. ഇത് നമുക്ക് തിയറട്ടിക്കലി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഹാസ് വാല്യൂസ് അപ് ടു അബൌട്ട് 6. ഇതിന് 6 വരെ വാല്യൂസ് ആകാം. ആൻഡ് ഈസ് പോസിറ്റീവ് ഫോർ മെജോറിറ്റി ഓഫ് ന്യൂക്ലി. അത് ഒരുപാട് മെജോറിറ്റി ഓഫ് ന്യൂക്ലിക്കും എന്താണ് ഈ വാല്യൂ, ഈ ന്യൂക്ലിയർ G ഫാക്ടർ എന്ന വാല്യൂ പോസിറ്റീവാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രോട്ടോണിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ പ്രോട്ടോണിൻ്റെ Gn വാല്യൂ എന്ന് പറയുന്നത്, പ്രോട്ടോണിൻ്റെ ന്യൂക്ലിയർ G ഫാക്ടർ എന്ന് പറയുന്നത് 5.585. സോ നമുക്ക് ഈ Gnൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടോണിന് 5.585 ആണ്. സോ ഈ ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ അല്ലെങ്കിൽ മാഗ്നറ്റോ ഗൈറിക് റേഷ്യോയുടെ എക്സ്പ്രഷനാണ് ഇവിടെ തന്നത്. ഇക്വേഷൻ 2 എന്ന് പറഞ്ഞത് Gn ഇൻറ്റു E ബൈ 2mp. mp എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെ മാസ്, ഈ എലമെൻ്ററി ചാർജ്. Gn എന്ന് പറയുന്നത് ന്യൂക്ലിയർ G ഫാക്ടറാണ്. ഓരോ ന്യൂക്ലിയസിനും ഒരു ക്യാരക്ടറിസ്റ്റിക്കായ ഒരു യൂണിറ്റ്ലെസ് കോൺസ്റ്റൻ്റ് ആണിത്. ഇതിൻ്റെ വാല്യൂ നമ്മൾ എക്സ്പെരിമെൻറ്റിലാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, തിയറട്ടിക്കലി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ വാല്യൂ 6 വരെ പോകും. ഒരുവിധം എല്ലാ ന്യൂക്ലിക്കും ഇതിൻ്റെ വാല്യൂ എന്താണ്? പോസിറ്റീവാണ്. ഇതിൻ്റെ വാല്യൂ പോസിറ്റീവാണ്. ഒരു പ്രോട്ടോൺ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രോട്ടോണിൻ്റെ ന്യൂക്ലിയർ G ഫാക്ടർ എന്ന് പറയുന്നത് 5.585 ആണ്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞു ഇക്വേഷൻ 1 മ്യൂ വെക്റ്റർ ഇസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു ഐ വെക്റ്റർ. ഇവിടെ ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ ഗാമയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഗാമയുടെ വാല്യൂ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഇക്വേഷൻ 2നെ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മ്യൂ വെക്റ്റർ ഈസ് ഈക്വൽ ടു Gn ഇൻറ്റു E ബൈ 2mp. പുറത്തെന്താണ്? ഐ വെക്റ്റർ. ഇങ്ങനൊരു ഇക്വേഷൻ 3 കിട്ടും. അതായത് ഇവിടെ എന്താ ചെയ്തത്? ഗാമയുടെ വാല്യൂ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേ ഉള്ളൂ. Then nuclear magnetic resonance. A nuclear magnetic dipole will interact with an applied magnetic field. That is, it will tend to align itself in a magnetic field.
The potential energy of interaction between the magnetic dipole mu vector and an external magnetic field applied is given by E is equal to minus Gn into E by 2mp B0 vector I vector. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തേയുള്ളൂ. ഒരു സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ന്യൂക്ലി ഒരു മാഗ്നറ്റിക് ഡൈപ്പോളായിട്ട് ആക്ട് ചെയ്യും. ഒരു സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ന്യൂക്ലി മാഗ്നറ്റിക് ഡൈപ്പോളായിട്ട് ആക്ട് ചെയ്യും. ഈ ന്യൂക്ലിയർ മാഗ്നറ്റിക് ഡൈപ്പോൾ അതായത് മ്യൂ വെക്ടർ അത് അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് എന്ത് ചെയ്യും? ഇൻട്രാക്ട് ചെയ്യും. ഈ ന്യൂക്ലിയർ മാഗ്നറ്റിക് ഡൈപ്പോൾ അപ്ലൈ ചെയ്ത മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് വിൽ ടെൻഡ് ടു അലൈൻ ഇറ്റ് സെൽഫ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ആ മാഗ്നറ്റിക് ഡൈപ്പോള് സ്വയം ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ എന്ത് ചെയ്യും? അലൈൻ ചെയ്യും. ആ മാഗ്നറ്റിക് ഡൈപ്പോൾ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പം ആ ന്യൂക്ലിയർ മാഗ്നറ്റിക് ഡൈപ്പോളായിട്ട് ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഈ മാഗ്നറ്റിക് ഡൈപ്പോള് എക്സ്റ്റേണൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോൾ അത് അലൈൻ ചെയ്യും. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ എനർജി ഈ മാഗ്നറ്റിക് ഡൈപ്പോളും എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുമ്പം അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഇൻട്രാക്ഷൻ അതിൻ്റെ എക്സ്പ്രഷനാണ് ക്വസ്റ്റ്യൻ 4 തന്നിരിക്കുന്നത്. E is equal to minus Gn E by 2mp B0 vector I vector. ഈ I vector എന്ന് പറയുന്നത് എന്താണ്? സ്പിൻ ആംഗുലാർ മൊമെൻറ്റം വെക്റ്റർ ആണ്. സ്പിൻ ആംഗുലാർ മൊമെൻറ്റം വെക്റ്റർ. Since only certain orientations of I vector in the field are allowed by quantum mechanics, the nuclear magnetic moment 2 has only the following set of quantized energy levels in the applied magnetic field of magnitude B0. That is, സ്പിൻ ആംഗുലാർ മൊമെൻറ്റം വെക്ടറിൻ്റെ സെർട്ടിൻ ഓറിയൻറ്റേഷൻസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഈ ക്വാണ്ടം മെക്കാനിക്സ് വഴി അത് ഈ ഒരു ഫീൽഡിൽ ഒരു എക്സ്റ്റേണലി അപ്ലൈ ചെയ്തൊരു മാഗ്നറ്റിക് ഫീൽഡിൽ തന്നെ ഈ സ്പിൻ ആംഗുലാർ മൊമെൻറ്റം വെക്ടറിൻ്റെ സെർട്ടിയൻ ഓറിയൻറ്റേഷൻസ് മാത്രമേ ക്വാണ്ടം മെക്കാനിക്സ് വഴി എന്ത് ചെയ്യുന്നുള്ളൂ? അലൗഡ് ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ ന്യൂക്ലിയർ മാഗ്നറ്റിക് മൊമെൻറ്റിനും എന്താണ്? സെറ്റ് ഓഫ് ക്വാണ്ടൈസ്ഡ് എനർജി ലെവൽസ് അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിലുണ്ട്. അപ്പോൾ B0 ആണ് അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡെങ്കിൽ ഈ ന്യൂക്ലിയർ മാഗ്നറ്റിക് മൊമെൻറ്റിനും എന്തുണ്ട്? സെറ്റ് ഓഫ് ക്വാണ്ടൈസ്ഡ് എനർജി ലെവൽസ് ഉണ്ട്. സോ നമുക്ക് ഇക്വേഷൻ 4 എന്തായിട്ട് മാറുന്നു? ഇക്വേഷൻ 5 അതായത് E is equal to minus Gn E by 2mp B0 my ഇൻറ്റു h/2π. h/2π എന്ന് പറയുന്നത് ആംഗുലർ മൊമെൻറ്റം. mi എന്ന് പറയുന്നത് എന്താണ്? ഈ ന്യൂക്ലിയർ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ അവിടെ ഈ സെറ്റ് ഓഫ് ക്വാണ്ടൈസ്ഡ് ലെവൽസ് ആ ന്യൂക്ലിയർ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ലെവൽസാണ് ഈ mi എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ E is equal to എന്ത് വരും? ഇക്വേഷൻ എന്തായി മാറും? മൈനസ് Gn βn B0 mi. E is equal to minus Gn βn B0 mi. ഇവിടെ ബീറ്റ എന്ന് പറഞ്ഞെടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് പറയുന്ന പേരാണ് ന്യൂക്ലിയർ മാഗ്നറ്റോൺ. അതെന്ന് പറയുന്നത് EH/4πmp ആണ്. ഈ ഇക്വേഷൻ നോക്കിയാൽ അറിയാം. ഇവിടെ ഇക്വേഷൻ 5 നോക്കുക. EH/4πmp അതായത് ഇനെയും എച്ചിനെയും ഒരുമിച്ചെടുത്തു. EH ബൈ താഴെ 2mp-യും 2πയും മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 4πmp എന്ന് കിട്ടും. 4πmp എന്ന് കിട്ടും. സോ അതിനെ മാത്രമാണ് ബീറ്റ എന്നാക്കി എടുത്തിരിക്കുന്നത്. സോ റിമൈനിങ്ങിന് അവിടെ എഴുതുന്നു. അപ്പോൾ ഇക്വേഷൻ എന്തായി വരും? E is equal to minus Gn βn B0 mi. miയുടെ വാല്യൂയുടെ സെറ്റ് ഓഫ് miയുടെ വാല്യൂ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് mi എന്ന് പറയുന്നത് -i to +i ആണ് അതിൻ്റെ റേഞ്ച്. സോ എന്തായിരിക്കും? mi എന്ന് പറയുന്നത് -i+1 അങ്ങനെ i-1i. ഈ ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? ന്യൂക്ലിയർ മാഗ്നറ്റോൺ ആണ്. EH/4πmp. ഒബ്വിയസ്ലി ദ സെപ്പറേഷൻ ബിറ്റ്വീൻ എനി ടു എനർജി ലെവൽസ് ഈസ് ഗിവൺ ബൈ. സോ ഏതെങ്കിലും രണ്ട് എനർജി ലെവൽസുകൾ തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് മോഡ് ഡെൽറ്റ ഇ ഇസ് ഈക്വൽ ടു മോഡ് Gn βn B0 മോഡ് ഡെൽറ്റ m1. എല്ലാത്തിൻ്റെയും മോഡുലസ് എടുക്കുന്നതിൻ്റെ കാരണം എന്താണ്? where the modulus sign indicates that positive values only are considered. ഇവിടെ നമ്മൾ എല്ലാ ക്വാണ്ടിറ്റിയുടെയും മോഡുലസ് വാല്യൂസ് എടുത്തത് എന്ന് വെച്ചാൽ ഇവിടെ പോസിറ്റീവ് വാല്യൂസേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ്
ഡെൽറ്റ ഇ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സ്ട്രെങ്ത് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ നന്നായിട്ട് ശ്രദ്ധിച്ചാലറിയാം ഈ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് രണ്ട് എനർജി ലെവൽസുകൾ തമ്മിലുള്ള സെപ്പറേഷൻ, ആ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് ലെവൽസ്, രണ്ട് അഡ്ജസൻറ്റ് ലെവൽസുകൾ തമ്മിലുള്ള സെപ്പറേഷൻ where delta m1 is equal to 1 is given by. So condition കൊടുക്കുകയാണ് ഈ mod delta mi, സോറി 1 അല്ല, mod delta mi is equal to 1 ആണെങ്കിൽ, 1 ആവുമ്പോൾ ഈ മോഡ് ഡെൽറ്റ എം ഐ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ നമ്മുടെ രണ്ട് ലെവൽസുകൾ തമ്മിലുള്ള സെപ്പറേഷൻ ബിറ്റ്വീൻ ടു അഡ്ജസ്റ്റഡ് ലെവൽസ്, ദാറ്റ് ഈസ് മോഡ് ഡെൽറ്റ ഇ എന്ന് പറയുന്നത് ഇക്വേഷൻ എന്തായിട്ട് മാറും? മോഡ് ജി എൻ ബീറ്റ എൻ ബി 0 ആയിട്ട് മാറും. ഈ ഇക്വേഷൻ 7ൽ മോഡ് ഡെൽറ്റ എം ഐ അതിൻ്റെ വാല്യൂ 1 കൊടുക്കുമ്പോൾ ഡെൽറ്റ എം ഐ ഉണ്ടാവില്ല അല്ലേ. സോ ഇക്വേഷൻ എന്തായിട്ട് മാറും? മോഡ് ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു മോഡ് ജി എൻ ബീറ്റ എൻ ബി 0. ഡെൽറ്റ എം ഐ 1 ആണ്, സോ അതുണ്ടാവില്ല. അത്രയും ജൂളാണ് രണ്ട് അഡ്ജസൻറ്റ് ലെവൽസുകൾ തമ്മിലുള്ള എനർജി വരിക വെൻ മോഡ് ഡെൽറ്റ എം ഐ ഈസ് ഈക്വൽ ടു 1. ഇവിടെ ബി 0 എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് ടെസ്ലയിലാണ്. ബി 0 എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ്. നെക്സ്റ്റ്, ദ സെലക്ഷൻ റൂൾ ഫോർ എ മാഗ്നറ്റിക് ഡൈപോൾ ട്രാൻസിഷൻ. ഒരു മാഗ്നറ്റിക് ഡൈപോൾ ട്രാൻസിഷൻ്റെ സെലക്ഷൻ റൂൾ എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ന്യൂക്ലിയർ, ദാറ്റ് ഈസ് ദ സെലക്ഷൻ റൂൾ ഫോർ എ മാഗ്നറ്റിക് ഡൈപോൾ ട്രാൻസിഷൻ. അതിൽ തന്നെ എന്താണ് ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് എന്നാണ് ആദ്യം പറയാൻ പോകുന്നത്. The transition between nuclear magnetic energy levels can be induced by the use of electromagnetic radiation having a frequency that corresponds with the separation between the energy levels. This phenomenon is known as nuclear magnetic resonance. എന്താണ് ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ന്യൂക്ലിയർ മാഗ്നറ്റിക് എനർജി ലെവൽസുകൾ തമ്മിൽ ട്രാൻസിഷൻ നടക്കണമെങ്കിൽ, അതായത് ഈ ന്യൂക്ലിയർ മാഗ്നറ്റിക് എനർജി ലെവൽസുകൾ തമ്മിലൊരു ട്രാൻസിഷനെ ഇൻഡ്യൂസ് ചെയ്യണമെങ്കിൽ ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, ഏത് ഫ്രീക്വൻസിയിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വേണം യൂസ് ചെയ്യാൻ? അതായത് എനർജി ലെവൽസുകൾ തമ്മിലുള്ള സെപ്പറേഷന് കറസ്പോണ്ട് ആയിട്ടുള്ള ഫ്രീക്വൻസിയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വേണം യൂസ് ചെയ്യാൻ. ആ എനർജി ലെവൽസുകൾ തമ്മിലുള്ള സെപ്പറേഷൻ്റെ അനുസൃതമായിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഫ്രീക്വൻസി യൂസ് ചെയ്യുമ്പോഴാണ് ഈ ന്യൂക്ലിയർ മാഗ്നറ്റിക് എനർജി ലെവൽസുകൾ തമ്മിൽ ട്രാൻസിഷൻസ് എന്ത് ചെയ്യുന്നത്? ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് radiations having frequency that corresponds with the separation between the energy levels. എനർജി ലെവൽസുകൾ തമ്മിലുള്ള സെപ്പറേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രീക്വൻസിയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ യൂസ് ചെയ്യുമ്പോഴാണ് ന്യൂക്ലിയർ മാഗ്നറ്റിക് എനർജി ലെവൽസുകൾ തമ്മിൽ ട്രാൻസിഷൻ ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഫിനോമിനെയാണ് ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് എന്ന് പറയുന്നത്. ഇതാണ് എന്ത്? NMR സ്പെക്ട്രോസ്കോപ്പിയുടെ ബേസിക്. ഇറ്റ് ഫോംസ് ദ ബേസിസ് ഓഫ് NMR സ്പെക്ട്രോസ്കോപ്പി. ഇനി നമുക്ക് എന്താണ് മാഗ്നറ്റിക് ഡൈപോൾ ട്രാൻസിഷൻ എന്ന് നോക്കാം. മാഗ്നറ്റിക് ഡൈപോൾ ട്രാൻസിഷൻ, ദ ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ദ ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദി റേഡിയേഷൻ ആൻഡ് ദ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഓഫ് ദി സിസ്റ്റം. ഹെൻസ് such a transition is referred to as a magnetic dipole transition. അതായത് ഇവിടെ ഇൻട്രാക്ഷൻ നടക്കുന്നത് ആരൊക്കെ തമ്മിലാണ്? ഓസിലേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്, റേഡിയേഷൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? റേഡിയേഷനെ യൂസ് ചെയ്യുന്നുണ്ട്. റേഡിയേഷൻ്റെ ഓസിലേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ സിസ്റ്റത്തിൻ്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റും തമ്മിലാണ് ഇവിടെ ഇൻട്രാക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ട്രാൻസിഷൻസിനെ എന്ത് പറയുന്നു? മാഗ്നറ്റിക് ഡൈപോൾ ട്രാൻസിഷൻ എന്ന് പറയുന്നു. സോ നമ്മൾ പറഞ്ഞു ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയർ മാഗ്നറ്റിക് എനർജി ലെവൽസുകൾ തമ്മിൽ ട്രാൻസിഷൻസ് നടക്കണമെങ്കിൽ ഈ എനർജി ലെവൽസിൻ്റെ സെപ്പറേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ യൂസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഫിനോമിനെയാണ് എന്ത് പറയുന്നത്? എങ്കിൽ മാത്രമേ ന്യൂക്ലിയർ മാഗ്നറ്റിക് എനർജി ലെവൽസുകൾ തമ്മിൽ ട്രാൻസിഷൻ നടക്കുകയുള്ളൂ. ഈ ഫിനോമിനെയാണ് എന്ത് പറയുന്നത്? ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് എന്ന് പറയുന്നത്. ഇതാണ് NMR സ്പെക്ട്രോസ്കോപ്പിയുടെ ബേസിക്കായ കാര്യം.
ഇനി ഇവിടെ ഹിയർ ദ ഇൻട്രാക്ഷൻ ഈസ് ബിറ്റ്വീൻ ദ ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദി റേഡിയേഷൻ ആൻഡ് ദ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഓഫ് ദി സിസ്റ്റം. സോ ഇവിടെ നമുക്ക് ഈ മാഗ്നറ്റിക് എനർജി ലെവൽസുകൾ തമ്മിൽ ഒരു ട്രാൻസിഷൻ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ തന്നെ അതായത് റേഡിയേഷൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദി റേഡിയേഷൻ ഓസിലേറ്റ് ചെയ്യുന്ന നമ്മളിവിടെ എന്തായാലും ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറഞ്ഞ കാര്യമാണ്. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഓസിലേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ തന്നെ സിസ്റ്റത്തിൻ്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റും തമ്മിലാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്? ഇൻട്രാക്ട് ചെയ്യുന്നത്. ഇവിടെ ഇൻട്രാക്ഷൻ ആരൊക്കെ തമ്മിലാണ്? ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദി റേഡിയേഷൻ ആൻഡ് ദ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഓഫ് ദി സിസ്റ്റം. അതുകൊണ്ട് ഇവിടെ ഈ ഒരു ട്രാൻസിഷൻസിന് എന്ത് പറയാം? മാഗ്നറ്റിക് ഡൈപോൾ ട്രാൻസിഷൻ എന്ന് പറയാം. നെക്സ്റ്റ് സെലക്ഷൻ റൂളാണ് പറയാൻ പോകുന്നത്. ഫോർ എ മാഗ്നറ്റിക് ഡൈപോൾ ട്രാൻസിഷൻ അതിൻ്റെ സെലക്ഷൻ റൂൾ എന്താണ്? ഒരു മാഗ്നറ്റിക് ഡൈപോൾ ട്രാൻസിഷൻ നടക്കണമെങ്കിൽ അതിൻ്റെ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ എം ഐ ഇസ് ഈക്വൽ ടു +or-1. അതാണ് ഒരു മാഗ്നറ്റിക് ഡൈപോൾ ട്രാൻസിഷൻ്റെ സെലക്ഷൻ റൂള്. The frequency nu at which such a transition takes place is given by the Bohr frequency condition. അതായത് ഇങ്ങനൊരു ട്രാൻസിഷൻ നടക്കുന്ന ആ ഒരു ഫ്രീക്വൻസിയെ പറയുന്ന പേരാണെന്ത്? ബോർ ഫ്രീക്വൻസി. അതായത് ഈ കണ്ടീഷൻ നമുക്ക് എന്ത് പറയാം? ബോർ ഫ്രീക്വൻസി കണ്ടീഷൻ. അത് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ E/h ആണ്. ഡെൽറ്റ ഇയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? മോഡ് GN നേരത്തെ കണ്ടുപിടിച്ചതാണ്. ബീറ്റ n B0/h. അപ്പോൾ മോഡ് GN ബീറ്റ n B0 അത്രയും എന്താണ്? ഡെൽറ്റ ഇയുടെ വാല്യൂ ആണ് ഡിവൈഡഡ് ബൈ h. അത്രയും ഹെർട്സ് ആണ് ഈ ബോർ ഫ്രീക്വൻസി കണ്ടീഷൻ എന്ന് പറഞ്ഞത്. The frequency nu at which such a transition takes place is given by the Bohr frequency condition. ഇതുപോലൊരു മാഗ്നറ്റിക് ഡൈപോൾ ട്രാൻസിഷൻ നടക്കുന്ന ഫ്രീക്വൻസിയാണ് എന്ത് പറയുന്നത്? ബോർ ഫ്രീക്വൻസി കണ്ടീഷൻ എന്ന് പറയുന്നത്. The above equation constitutes the resonance condition at which energy is absorbed by the nucleus, exciting it to the higher energy state, and a signal results in the spectrum. Since the energy levels are equally spaced and the selection rule allows only transitions between adjacent levels, a collection of identical non-interacting nuclei would give a single NMR absorption frequency. സോ ഈ ഒരു കണ്ടീഷൻ നമുക്ക് അതായത് ഈ മാഗ്നറ്റിക് ഡൈപോൾ ട്രാൻസിഷൻ നടക്കുമ്പോൾ അബ്സോർബ് ചെയ്യുന്ന ഫ്രീക്വൻസി ഇതിന് ബോർ ഫ്രീക്വൻസി കണ്ടീഷൻ എന്ന് പറയുന്നു. ഈ ഒരു ഇക്വേഷൻ നമുക്ക് റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്താണ് റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എനർജി ന്യൂക്ലിയസ് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. ന്യൂക്ലിയസ് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള എനർജി അതായത് ബോർ ഫ്രീക്വൻസി കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ എനർജി അബ്സോർബ് ചെയ്യുമ്പോൾ അത് ഹയർ എനർജി സ്റ്റേറ്റിലോട്ടേക്ക് എന്ത് ചെയ്യുന്നു? എക്സൈറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് സ്പെക്ട്രത്തിലൊരു സിഗ്നൽ കിട്ടും. ആൻഡ് എ സിഗ്നൽ റിസൾട്ട്സ് ഇൻ ദ സ്പെക്ട്രം. സിൻസ് എനർജി ലെവൽസ് ആർ ഈക്വലി സ്പേസ്ഡ്. ഈ എനർജി ലെവൽസ് എന്താണ്? ഈക്വലി സ്പേസ്ഡ് ആണ്. അപ്പോൾ എന്താണ്? സെലക്ഷൻ റൂൾ അലൗസ് ഓൺലി ട്രാൻസിഷൻസ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ലെവൽസ്. സെലക്ഷൻ റൂൾ പറയുന്നത് എന്താണ്? അഡ്ജസൻറ്റ് ലെവൽസുകൾ തമ്മിലുള്ള ട്രാൻസിഷൻസ് മാത്രമേ സെലക്ഷൻ റൂൾ അലൗ ചെയ്യുന്നുള്ളൂ. എനർജി ലെവൽസൊക്കെ ഈക്വലി സ്പേസ്ഡ് ആയതുകൊണ്ട് തന്നെ സെലക്ഷൻ റൂള് അഡ്ജസൻറ്റ് ലെവൽസുകൾ തമ്മിലുള്ള ട്രാൻസിഷൻസേ അലൗ ചെയ്യുന്നുള്ളൂ. എ കളക്ഷൻ ഓഫ് ഐഡൻറ്റിക്കൽ നോൺ ഇൻട്രാക്റ്റിംഗ് ന്യൂക്ലി വുഡ് ഗിവ് എ സിംഗിൾ NMR അബ്സോർപ്ഷൻ ഫ്രീക്വൻസി. അതായത് ഐഡൻറ്റിക്കലായ പരസ്പരം ഇൻട്രാക്ട് ചെയ്യാത്ത ന്യൂക്ലി എന്ത് തരുന്നു? വുഡ് ഗിവ് എ സിംഗിൾ NMR അബ്സോർപ്ഷൻ ഫ്രീക്വൻസി. ഐഡൻറ്റിക്കലാണ് ബട്ട് നോട്ട് ഇൻട്രാക്റ്റിംഗ്. ഐഡൻറ്റിക്കലും നോൺ ഇൻട്രാക്റ്റിംഗുമായ ന്യൂക്ലി NMR അബ്സോർപ്ഷൻ ഒരു സിംഗിൾ NMR അബ്സോർപ്ഷൻ ഫ്രീക്വൻസിയാണ് തരുന്നത്. സോ നമ്മൾ പറഞ്ഞു മാഗ്നറ്റിക് ഡൈപോൾ ട്രാൻസിഷൻ നടക്കാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ MI = +or-1. ഇവിടെ അബ്സോർബ് ചെയ്യുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയെ ബോർ ഫ്രീക്വൻസി കണ്ടീഷൻ എന്നാണ് പറയുന്നത്. അതൊന്ന് ഡെൽറ്റ E/h ആണ്. അവിടെ ഡെൽറ്റ ഇയുടെ ഇക്വേഷൻ ഇവിടുത്തെ കുട്ടികൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മോഡ് GN ബീറ്റ n B0/h എന്ന് പറയുന്നു.
ഈ ഒരു ഫ്രീക്വൻസി കണ്ടീഷൻ ഉണ്ടല്ലോ, ഈ ഒരു ഫ്രീക്വൻസി ഇതിനെ റെസൊണൻസ് കണ്ടീഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും ഫ്രീക്വൻസി അബ്സോർബ് ചെയ്യുമ്പോൾ ന്യൂക്ലിയസ് എന്താ ചെയ്യുന്നത്, ഹയർ എനർജിയിലോട്ടേക്ക് എക്സൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് സ്പെക്ട്രത്തിൽ എന്ത് കിട്ടുന്നത്, സിഗ്നൽ കിട്ടുന്നത്. ഇവിടെ ലെവൽസൊക്കെ ഈക്വലി സ്പേസ്ഡ് ആണ്, എനർജി ലെവൽസൊക്കെ ഈക്വലി സ്പേസ്ഡ് ആണ്. അഡ്ജസ്റ്റൻ്റ് ലെവൽസുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നുള്ളൂ, ട്രാൻസിഷൻസ് സെലക്ഷൻ റൂൾ പ്രകാരം ഒബേ ചെയ്യുന്നുള്ളൂ, നടക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഐഡൻറ്റിക്കൽ അതുപോലെ തന്നെ നോൺ ഇൻട്രാക്റ്റിംഗ് ആയ ന്യൂക്ലി എന്ത് തരുന്നു, ഒരു സിംഗിൾ NMR അബ്സോർപ്ഷൻ ഫ്രീക്വൻസി തരുന്നു. ഈ ഇക്വേഷൻ തന്നെ നമുക്ക് എന്ത് പറയാം, NMR ഇക്വേഷൻ എന്ന് പറയാം. Shows that the frequency of electromagnetic radiation required to effectuate transition between nuclear magnetic energy levels depends on the strength of the applied field. എന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ നമുക്ക് NMR ഇക്വേഷൻ മനസ്സിലാക്കാൻ സാധിക്കും. അതെന്താ പറയുന്നത്, ട്രാൻസിഷൻ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ അബ്സോർബ് ചെയ്യണം ന്യൂക്ലിയർ മാഗ്നറ്റിക് എനർജിയിൽ. അപ്പം ഈ ഒരു ട്രാൻസിഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ട്രാൻസിഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയർ മാഗ്നറ്റിക് എനർജി ലെവൽസ്, ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഒരു ഫ്രീക്വൻസി അബ്സോർബ് ചെയ്തിട്ട് ഇവിടെ നടക്കുന്ന ട്രാൻസിഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എക്സ്റ്റേണലായിട്ട് അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റൊട്ടേഷണൽ, വൈബ്രേഷണൽ, അതുപോലെ തന്നെ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് which occur in the absence of external fields. ഇതൊക്കെ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫീൽഡ് നടക്കും. ട്രാൻസിഷൻസ് ബിറ്റ്വീൻ ന്യൂക്ലിയർ എനർജി ലെവൽസ് ക്യാൻ ബി എഫക്റ്റഡ് ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് എൻ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. എന്നാൽ ന്യൂക്ലിയർ എനർജി ലെവൽസുകൾ തമ്മിലുള്ള ട്രാൻസിഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം, അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ മാത്രമേ ന്യൂക്ലിയർ എനർജി ലെവൽസുകൾ തമ്മിൽ ട്രാൻസിഷൻ നടക്കും. എന്നാൽ റൊട്ടേഷണൽ, വൈബ്രേഷൻ മുതൽ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ഒക്കെ എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ ആബ്സെൻസിൽ എന്ത് ചെയ്യും, നടക്കും. എന്തൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്, ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ സ്പിൻ ചെയ്യും, അതൊരു മാഗ്നറ്റിക് ഡൈപോളായിട്ട് ആക്ട് ചെയ്യും. അതിൻ്റെ ന്യൂക്ലിയർ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത് ആക്സിസിന് അലോങ് ആയിട്ടാണ്. അത് ആംഗുലാർ മൊമെൻറ്റത്തിന്, സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ പ്രപ്പോർഷനാണ്. മ്യൂ വെക്ടർ ഇസ് ഈക്വൽ ടു ഗാമ ഐ വെക്ടർ. ഇവിടെ ഗാമ എന്ന് പറഞ്ഞത് ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ അല്ലെങ്കിൽ മാഗ്നറ്റോ ഗൈറിക് റേഷ്യോ ആണ്. അതിൻ്റെ എക്സ്പ്രഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഗാമ ഇസ് ഈക്വൽ ടു GN E/2mp. ഇവിടെ GN എന്ന് പറയുന്നത് ന്യൂക്ലിയർ G ഫാക്ടറാണ്. അതൊരു യൂണിറ്റ്ലെസ് കോൺസ്റ്റൻ്റ് ആണ്, യൂണിറ്റ് ഇല്ലാത്തൊരു കോൺസ്റ്റൻ്റ് ആണ്. ഓരോ ന്യൂക്ലിയസിനും അതൊരു ക്യാരക്ടറിസ്റ്റിക് വാല്യൂ തന്നെയായിരിക്കും. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റലിയാണ് കണ്ടുപിടിക്കുന്നത്. കനോട്ട് ബി പ്രഡിക്റ്റഡ് തിയറട്ടിക്കലി. 6 വരെ വാല്യൂ വരാം. ഒരു മെജോറിറ്റി ഓഫ് ന്യൂക്ലിക്ക് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. എക്സാമ്പിൾ തന്നിട്ട് പ്രോട്ടോണിൻ്റെ GN വാല്യൂ 5.585 ആണ്. ദെൻ മ്യൂ ഇസ് ഈക്വൽ ടു ഗാമ ഐ എന്ന് പറഞ്ഞു. ഗാമയുടെ വാല്യൂ ഇതിലോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മ്യൂ ഇസ് ഈക്വൽ ടു GN E/2mp ഇൻറ്റു ഐ വെക്ടർ എന്ന് പറഞ്ഞു. ദെൻ ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസിനെ പറ്റിയാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ സ്പിൻ ചെയ്യുന്ന ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നു, സ്പിൻ ചെയ്യുന്ന ന്യൂക്ലിയസ് മാഗ്നറ്റിക് ഡൈപോളായിട്ട് ആക്ട് ചെയ്യുന്നു പറയുന്നു. ഈ ന്യൂക്ലിയർ മാഗ്നറ്റിക് ഡൈപോള് എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അത് ഇൻട്രാക്ട് ചെയ്തിട്ട് ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ അലൈൻ ചെയ്യുന്നു. Nuclear magnetic dipole will interact with the applied magnetic field. It will tend to align itself in a magnetic field. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്ത മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇത് ഇൻട്രാക്ട് ചെയ്യുമ്പം അത് എന്ത് ചെയ്യുന്നു, ഇറ്റ്സെൽഫ് മാഗ്നറ്റിക് ഫീൽഡിൽ അലൈൻ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഇൻട്രാക്ഷൻ്റെ പൊട്ടൻഷ്യൽ എനർജി, മാഗ്നറ്റിക് ഡൈപോൾ മ്യൂ വെക്ടറും എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷൻ്റെ പൊട്ടൻഷ്യൽ എനർജിയാണ് E=-GN E/2mp B0 I വെക്ടർ എന്ന് പറയുന്നത്. ഇവിടെ ഇക്വേഷൻ ഓരോ സ്പിൻ ആംഗുലാർ മൊമെൻറ്റം വെക്ടറിനും സർട്ടൻ ഓറിയൻറ്റേഷൻസ് ഉണ്ട് ബൈ ക്വാണ്ടം മെക്കാനിക്സ്. അതുപോലെ തന്നെ MI വാല്യൂ എന്ന് പറയുന്നത് അവിടെ എന്തുണ്ട്, MI വാല്യൂവിനും കുറച്ച് റേഞ്ച് ഉണ്ട്. ഇവിടെ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് -GN E/2mp B0 MI h/2π. h/2π എന്ന് പറയുന്നത് എന്താണ്, ആംഗുലാർ മൊമെൻറ്റം ആണ്. സോ ഇക്വേഷൻ എന്തായി മാറും, GN - GN βN B0 MI ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ MIയുടെ വാല്യൂ എന്ന് പറയുന്നത് -I to +I ആണ്. ഇവിടെ ബീറ്റ എന്ന് പറഞ്ഞത് EH/2mp, അത് ന്യൂക്ലിയർ മാഗ്നറ്റോൺ എന്ന് പറയും. ഇനി നമ്മൾ പറയുമ്പോൾ രണ്ട് എനർജി ലെവൽസുകൾ തമ്മിലുള്ള സെപ്പറേഷനെ പറ്റിയാണ്. അതെന്ന് പറയുന്നത് മോഡ് ഡെൽറ്റ I = മോഡ് GN βN B0 ഡെൽറ്റ MI ആണ്. ഇവിടെ എന്താണ് മോഡുലസ് പറയുന്നത്, ഇവിടെ പോസിറ്റീവ് വാല്യൂ എടുക്കുന്നുള്ളൂ, നെഗറ്റീവ് ഒന്നും എടുക്കുന്നില്ല. ഡെൽറ്റ E എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, എക്സ്റ്റേണലി ചെയ്ത മാഗ്നറ്റിക് ഫീൽഡിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡെൽറ്റ E
സ്ട്രെങ്ത് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. ഡെൽറ്റ എം ഐ 1 ആണെങ്കിൽ ഇക്വേഷൻ എന്തായിട്ട് മാറും? മോഡ് ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു മോഡ് ജി എൻ ബീറ്റ എൻ ബി സീറോ ആയിട്ട് മാറും. നമ്മൾ സെലക്ഷൻ റൂളാണ് പറഞ്ഞത്. അതിനു മുന്നേ എന്താ ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ്. ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് ആണ് NMR സ്പെക്ട്രോസ്കോപ്പിയുടെ ബേസിസ്. എന്ന് വെച്ചാൽ ന്യൂക്ലിയർ മാഗ്നറ്റിക് എനർജി ലെവൽസുകൾ തമ്മിൽ ട്രാൻസിഷൻ നടക്കണമെങ്കിൽ ആ എനർജി ലെവൽസുകൾ തമ്മിൽ സെപ്പറേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനിലെ ഫ്രീക്വൻസിയുടെ അബ്സോർപ്ഷൻ നടക്കണം. സോ ഇത് ഈ ഒരു ഫിനോമിനിയാണ് എന്ത് പറയുന്നത്? ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഇൻട്രാക്ഷൻ നടക്കുന്നത് റേഡിയേഷൻ്റെ ഓസിലേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റുമാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസിഷനെ മാഗ്നറ്റിക് ഡൈപോൾ ട്രാൻസിഷൻ എന്ന് പറയാം. അതിൻ്റെ സെലക്ഷൻ റൂളാണ് ഡെൽറ്റ എം ഐ ഈസ് ഈക്വൽ ടു +or-1. ഇനി ഒരു ട്രാൻസിഷൻ നടക്കണമെങ്കിൽ ഒരു ഫ്രീക്വൻസി അബ്സോർബ് ചെയ്യണമെന്ന് പറഞ്ഞു. ഫ്രീക്വൻസി അബ്സോർബ് ചെയ്യാനുള്ള ആ ഒരു ഫ്രീക്വൻസിയെ ബോർ ഫ്രീക്വൻസി കണ്ടീഷനാണെന്ന് പറയുന്നത്. കണ്ടീഷൻ എന്നാണ് പറഞ്ഞത്. ആ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഡെൽറ്റ ഇ ബൈ എച്ച് ആണ്. ഡെൽറ്റ ഇക്ക് വാല്യൂ കൊടുക്കുമ്പം മോഡ് ജി എൻ ബീറ്റ എൻ ബി സീറോ ബൈ എച്ച് ഇൻറ്റു എച്ച് ഹെഡ്സ്, അത്രയും ഹെഡ്സ് എന്ന് പറയുന്നത്. ഇതിന് റെസൊണൻസ് കണ്ടീഷൻ എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ഇത്രയും ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അബ്സോർബ് ചെയ്തിട്ട് അത് ഹയസ്റ്റ് എനർജി സ്റ്റേറ്റിലോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ആണ് സ്പെക്ട്രത്തിലൊരു സിഗ്നൽ വരുന്നത്. എനർജി ലെവൽസ് എന്ന് പറയുന്നത് ഈക്വലി സ്പേസ്ഡ് ആയതുകൊണ്ട് തന്നെ എന്താണ്? സെലക്ഷൻ റൂൾ അലൗസ് ഓൺലി ട്രാൻസിഷൻ ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ലെവൽസ്. അപ്പോൾ സെലക്ഷൻ റൂള് അഡ്ജസൻറ്റ് ലെവൽസുകൾ തമ്മിൽ ട്രാൻസിഷനെ അലോ ചെയ്യുന്നുള്ളൂ. എ കളക്ഷൻ ഓഫ് നോൺ ഐഡന്റിക്കൽ നോൺ ഇൻട്രാക്റ്റീവ് ന്യൂക്ലി വുഡ് ഗിവ് എ സിംഗിൾ NMR അബ്സോർപ്ഷൻ ഫ്രീക്വൻസി. അപ്പോൾ ഐഡൻറ്റിക്കൽ ആയതും എന്നാൽ ഇൻട്രാക്ട് ചെയ്യാത്തതുമായ ന്യൂക്ലി എന്ത് തരുന്നു? ഒരു സിംഗിൾ NMR അബ്സോർപ്ഷൻ ഫ്രീക്വൻസി തരുന്നു. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ 10 NMR ഇക്വേഷൻ എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ഷോസ് ദാറ്റ് ദ ഫ്രീക്വൻസി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ റിക്വയർഡ് ടു ഇഫക്റ്റ് എ ട്രാൻസിഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയർ മാഗ്നറ്റിക് എനർജി ലെവൽസ് ഡിപ്പെൻഡ്സ് ഓൺ ദി സ്ട്രെങ്ത് ഓഫ് ദി അപ്ലൈഡ് ഫീൽഡ്. ഇവിടെ പറയുന്നത് ഫ്രീക്വൻസി ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഏത് ഫ്രീക്വൻസിയിലാണ് യൂസ് ചെയ്താലാണോ ട്രാൻസിഷൻ നടക്കുക എന്നിവിടെ എന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യും. IRലും അതുപോലെ തന്നെ വൈബ്രേഷനിലും ഈ വൈബ്രേഷൻ സ്പെക്ട്രോസ്കോപ്പിയിലൊന്നും എക്സ്റ്റേണൽ ഫീൽഡിനെ എന്ത് ചെയ്യുന്നില്ല? എക്സ്റ്റേണൽ ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇതൊക്കെ നടക്കുന്നത് എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ ആബ്സെൻസിലാണ്. റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി ആയാലും വൈബ്രേഷണൽ ആയാലും ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ആയാലും അതെല്ലാം എക്സ്റ്റേണൽ ഫീൽഡ്സിൻ്റെ ആബ്സെൻസിലാണ്. ട്രാൻസിഷൻസ് ബിറ്റ്വീൻ ന്യൂക്ലിയർ എനർജി ലെവൽസ് ക്യാൻ ബി ഇഫക്റ്റഡ് ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ന്യൂക്ലിയർ മാഗ്നറ്റിക് എനർജി ലെവൽസുകൾ തമ്മിൽ ട്രാൻസിഷൻ നടക്കണമെങ്കിൽ ഒരു അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസ് കൂടിയേ തീരും. സോ താങ്ക് യു.